അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാനിന്നിവിടെ ഒരു കിഡിലൻ ചിക്കൻ ലസാനിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചീസി ആൻഡ് ക്രീമി ആയിട്ടുള്ള ചിക്കൻ ലസാനിയാണ്. നോർമലി ലസാനി ഉണ്ടാക്കൽ പാസ്ത ഷീറ്റ് വെച്ചിട്ടാണ്, പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അത്ര അവൈലബിൾ അല്ല. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് സ്ലൈസസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും എ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുക. ഇതിനു വേണ്ടി നമുക്ക് വൈറ്റ് സോസും പിന്നെ പിസ്സ സോസും ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനും വേണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കിയ ബോൺലെസ് പീസാണ് ആവശ്യം. ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുക. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനും കൂടി ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മയോനൈസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ വേവിക്കാത്ത ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി വേവിച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് കളർ മാറുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. അല്ലാത്തവർ ചിക്കൻ വേവുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുക. ഇത് ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ. നോർമലി 2 ട്രയലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മതിയാവും. 3 ടേബിൾ സ്പൂൺ മൈദയും വേഗം തന്നെ ഒന്നിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും. ഈ ബട്ടറും മൈദയും കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പാലൊഴിക്കുക. ഇത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. പാലൊഴിച്ച് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. കട്ട പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു വിസ്ക് യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഞാൻ സാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ചീസ് ക്യൂബ്സ് ആഡ് ചെയ്യുക. ക്രീം ചീസും യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒഴിവാക്കാം, ഇത് ഓപ്ഷണലാണ്. 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി പിസ്സ സോസിന് വേണ്ടി 4 മീഡിയം സൈസിൻ്റെ തക്കാളി, 2 മീഡിയം സൈസിൻ്റെ സവാള, 6 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളകും കൂടി 1 കപ്പ് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം തക്കാളിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലൊരു മിക്സിയിൽ നന്നായിട്ട് ജ്യൂസ് ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രം ചൂടാക്കി 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ജ്യൂസ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഓണിയൻ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അവനിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ട്രേ എടുത്തിട്ടുള്ളത്. നമുക്കിത് സാധാ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സ്റ്റൗവിൽ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ വേണം സ്പ്രെഡ് ചെയ്യാൻ. നെക്സ്റ്റ് ലെയറായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 2 പ്രാവശ്യം ലെയർ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റം തന്നെയാണ്. നിങ്ങൾക്കിത് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ടും കഴിക്കാവുന്നതാണ്.
ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്യാം. ഞാനിത് മൈക്രോവേവ് ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ. നിങ്ങൾ സ്റ്റൗവിലാണ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പാടില്ല. കേക്കൊക്കെ ചെയ്യുന്നത് പോലെ അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ട് വേണം ചെയ്യാൻ. ചീസ് മെൽറ്റാവുന്നത് വരെ ഒരു 5-10 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കുക്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ ചീസി ആൻഡ് ക്രീമി ആയിട്ടുള്ള ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.